ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രാധാന്യം വളരെ വർദ്ധിക്കുകയാണ്. കാരണം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാർത്ഥികളെ അവരുടെ ഹ്യൂമൻ സ്കിൽ, അവരുടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എംപതി, അനാലിസിസ്, ഇങ്ങനെയുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കഴിവുകൾ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്, അവരുടെ വ്യത്യസ്തമായ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കണ്ടെത്തുന്നതിന് അവരെ സഹായിക്കാൻ, അവരുടെ പ്രൊഫഷനിലേക്ക് അവരെ എത്തിക്കാനൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അവിടേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനും സാധിക്കും. അത് സ്വാഭാവികമായിട്ട് ഉദാഹരണങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള APJ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. ഇപ്പൊ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആള് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിൽ കിടന്ന ആള് ഒരുപക്ഷെ ഇന്ത്യയുടെ ആകാശത്തേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ ആകാശത്തിലേക്ക് എത്തിച്ചേരാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേരാനും ഒക്കെ കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫീഷ്യൻസി ആണ് എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ സുന്ദർ പിച്ച വേണമെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ എടുത്ത് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ ഖരഗ്പൂരിലെ IIT-യിൽ നിന്ന് IIT കഴിഞ്ഞ നമ്മുടെ സുന്ദർ പിച്ച, ഈ സുന്ദർ പിച്ചയെ അതിനുശേഷം ഹയർ സ്റ്റഡീസിന് വേണ്ടി USA-ലേക്ക് പോകുന്നതും, അപ്പൊ അവിടെ അദ്ദേഹത്തിന് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫീഷ്യൻസിയാണ് അവിടുത്തെ സ്റ്റാഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അത് കഴിഞ്ഞ് വാട്സൺ സ്കൂളിലൊക്കെ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടാൻ സഹായിച്ചത്. അപ്പോൾ ഗൂഗിളിന്റെ CEO ആയിട്ട് അതിന്റെ പേരന്റ് കമ്പനി ആയിട്ടുള്ള ആൽഫബറ്റിലൊക്കെ അദ്ദേഹം CEO ആയിരിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫീഷ്യൻസിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് അല്പം ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് നമ്മളൊന്ന് സ്പീഡിൽ കടന്നു പോയിട്ടിരിക്കുന്നു. നോക്കൂ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടീച്ചർ, പ്രൊഫസർ, റിസർച്ചർ, ട്രാൻസ്ലേറ്റർ, ഇന്റർപ്രറ്റർ, ജേർണലിസ്റ്റ്. ഇവിടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടന്നു പോകുമ്പോൾ പണ്ട് മുതലേയുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് ഇത് തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിലൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ടീച്ചർ, പ്രൊഫസർ, റിസർച്ചർ, ട്രാൻസ്ലേറ്റർ, ഇന്റർപ്രറ്റർ, ജേർണലിസ്റ്റ്, എഡിറ്റർ, ലൈബ്രറിയൻ, ഇങ്ങനെയൊക്കെയുള്ള പണ്ടുകാലം മുതൽ തന്നെ ചെയ്തിരുന്ന കുറെ പ്രൊഫഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ട്രഡീഷണലിനോടൊപ്പം തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ഇത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മോഡേൺ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പൊ അതിൽ മോഡേൺ കരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകം അതിവിശാലമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കണ്ടന്റ് റൈറ്റേഴ്സ് അവർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ റൈറ്റിംഗ് ആയാലും, ബ്ലോഗ് റൈറ്റിംഗ്, വെബ്സൈറ്റ് കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടാക്കുക, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ കണ്ടന്റ് റൈറ്റേഴ്സിന് ഒരുപാട് ആവശ്യമുള്ള മേഖലയാണ്. നല്ല ഇംഗ്ലീഷ് സ്കില്ലുള്ള, റിസർച്ച് എബിലിറ്റി ഉള്ള, ക്രിയേറ്റിവിറ്റി ഉള്ള, ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള നല്ല സ്കില്ലൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അവർക്ക് എവിടെയാണ് തൊഴിലവസരം എന്ന് ചോദിച്ചാൽ മീഡിയ കമ്പനീസിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ ഫ്രീലാൻസ് ആയിട്ട് പോലും വർക്ക് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ 3 to 8 lakhs വരെ കിട്ടുമെന്നാണ്. ഇവിടെ നമ്മൾ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ എന്തെടുത്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് കഴിവുള്ള മേഖല നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ കോണ്ടന്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ ഏറ്റവും അഭിരുചിയുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വരാം. അങ്ങനെയാണെങ്കിൽ ഒരു 8 ലക്ഷമോ അതിൽ കൂടുതലോ 3 to 8 lakhs മിനിമം കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ മേഖലയിൽ. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി തുറന്നു കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാം. പിന്നീട് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ റൈറ്റർ ആണ്. ഈ ടെക്നിക്കൽ റൈറ്റേഴ്സ് സാധാരണഗതിയിൽ മാനുവൽസ് റൈറ്റിംഗ് ആയാലും, സോഫ്റ്റ്വെയർസ് ഡോക്യുമെന്റേഷൻ, അതുപോലെ പ്രോഡക്റ്റ് ഗൈഡുകൾ ഉണ്ടാക്കുക, ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, അതൊക്കെ സിമ്പിൾ ലാംഗ്വേജിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ ടെക്നിക്കൽ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ സ്ട്രോങ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, അതുപോലെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ടെക്നിക്കൽ ടോപ്പിക്സിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള സ്കില്ലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ടെക്നിക്കൽ റൈറ്റർ എന്ന് പറയുന്ന മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ അവിടെ എവിടെയാണ് അവർക്ക് തൊഴിലവസരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT കമ്പനികളിൽ തൊഴിലവസരങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് ഫേമുകളിൽ തൊഴിലവസരങ്ങളുണ്ട്, അതുപോലെ ഹെൽത്ത് കെയർ കമ്പനികളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവർക്കായിട്ട് തുറന്നു കിടപ്പുണ്ട് ടെക്നിക്കൽ റൈറ്റേഴ്സിന്. അവരുടെ സാലറി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാക്കേജ് 5 to 15 lakhs വരെ സാലറി പാക്കേജ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് പുതിയൊരു മേഖലയായിട്ട് നമുക്ക് വിദ്യാർത്ഥിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അവിടെയും ഇംഗ്ലീഷിന്റെ പ്രൊഫഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നീട് നമുക്ക് പറയാനുള്ള യു എക്സ് റൈറ്റേഴ്സ് ആണ്. അവിടെ യൂസർ എക്സ്പീരിയൻസ് റൈറ്റേഴ്സ് ആണ്. യു എക്സ് റൈറ്റർ എന്ന് പറയുന്ന യൂസർ എക്സ്പീരിയൻസ് റൈറ്റർ ആണ്. ഇവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് നമ്മൾ സാധാരണഗതിയിൽ ആപ്പുകൾക്കൊക്കെ ഉള്ളില് ടെക്സ്റ്റുകൾ ഉണ്ടാകും. ആ ടെക്സ്റ്റ് റൈറ്റിംഗ് ആണ് യു എക്സ് റൈറ്റേഴ്സ് ചെയ്യുക. അതുപോലെ വെബ്സൈറ്റിനകത്തുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുക, അതുപോലെ ബട്ടൺസ്, മെനൂസ്, ഇൻസ്ട്രക്ഷൻസ്, എറർ മെസ്സേജുകൾ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലോഗിൻ അല്ലെങ്കിൽ ഫോർഗുഡ് പാസ്വേഡ്, ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ പേയ്മെന്റ് സക്സസ്ഫുൾ, ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന യു എക്സ് റൈറ്റേഴ്സ് ആണ് ഇതൊക്കെ ചെയ്യുക. അപ്പൊ ഇതിന് വേണ്ടുന്ന സ്കിൽ എന്ന് പറഞ്ഞാൽ യൂസറിന്റെ സൈക്കോളജി അറിയാവുന്ന, മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, യു ഐയെ കുറിച്ചും യു എക്സിനെ കുറിച്ചും അതിന്റെയൊക്കെ ഡിസൈനെ കുറിച്ചിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. യൂസർ ഇന്റർഫേസിനെ കുറിച്ച് യു എന്ന് പറയുമ്പോൾ യൂസർ ഇന്റർഫേസ് ആണ്, യു എക്സ് എന്ന് പറയുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു എക്സ് റൈറ്റേഴ്സ് ആയിട്ട് മാറാം. 8 മുതൽ 20 ലക്ഷം വരെയാണ് സാലറി കിട്ടുക ആ ഒരു മേഖലയിൽ എന്നാണ്. അപ്പൊ അതും തൊഴിലവസരങ്ങൾ ഒരുപാടുള്ള ഒരു മേഖലയാണ്. ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസ് ഉള്ള കുട്ടികൾക്ക്, നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് ആ മേഖലകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കോപ്പി റൈറ്റർ എന്ന് പറയുന്ന മറ്റൊരു മേഖലയാണ് പരിചയപ്പെടുത്തുക. കോപ്പി റൈറ്റർ എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് എഴുതുക, അതുപോലെ സ്ലോഗൻസ് ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ ക്യാപ്ഷൻസ് ഉണ്ടാക്കുക, അതുപോലെ പ്രൊമോഷണൽ കണ്ടന്റുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ കോപ്പി റൈറ്ററിന്റെ പ്രധാനപ്പെട്ട ജോലി. അവിടെ വേണ്ടുന്ന സ്കിൽ എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും, അതുപോലെ മാർക്കറ്റിംഗ് നോളജ് ഉണ്ടായിരിക്കണം, ദെൻ എന്താ പറയാ, അപ്പൊ ഇങ്ങനെ റൈറ്റിംഗിന്റെ സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോപ്പി റൈറ്റർ ആയിട്ട് മാറാൻ കഴിയും. അപ്പൊ അവർക്ക് എവിടെയാണ് തൊഴിലവസരം എന്ന് ചോദിക്കാം. അഡ്വർടൈസിങ് ഏജൻസികൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പല ബ്രാൻഡുകളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ കോപ്പി റൈറ്റേഴ്സിന് നല്ല പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കോപ്പി റൈറ്റേഴ്സിന് ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തേക്ക് പോകുമ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുക എന്നാണ്. മൂവീസിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാം, അല്ലെങ്കിൽ ടി വി ഷോസിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാം. ഇപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനലുകളൊക്കെ ഒരുപാടുള്ള കാലമാണ്. യൂട്യൂബ് വീഡിയോസ് അതിനുവേണ്ടി സ്ക്രിപ്റ്റ്, അല്ലെ പോഡ്കാസ്റ്റുകൾക്ക് വേണ്ടി, വെബ് സീരീസിന് വേണ്ടിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ഇതിന് വേണ്ടുന്ന സ്കിൽ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് അധ്യാപകരാണ്, അല്ലെ ഇംഗ്ലീഷ് അധ്യാപകർ ക്ലാസ്സിൽ സ്വഭാവയുടെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്, കഥകൾ പറയുന്ന. അപ്പൊ അത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് ഒരുപാടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് മാറാൻ കഴിയും. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, നല്ല ഡയലോഗ് റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മേഖലയിൽ തൊഴിലവസരങ്ങളുണ്ട്. ഇനി മറ്റൊരു മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഡിജിറ്റൽ റൈറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോ അവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, മാത്രമല്ല ഓൺലൈൻ യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓൺലൈൻ സർവീസുകൾ അതിന്റെ യൂസേജുകൾ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ടീംസാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലമാണ്. അപ്പൊ ആ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കുട്ടികൾക്ക് തുറന്നു കിട്ടുന്നുണ്ട്. അപ്പൊ ഗൂഗിൾ ആയാലും, ഫേസ്ബുക്ക് ആയാലും, ഇൻസ്റ്റ ആയാലും, യൂട്യൂബ് ആയാലും, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ആയാലും, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് തൊഴിലവസരങ്ങളുണ്ട്. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ എത്തില്ല. നമ്മളത് കണ്ടെത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല എന്ന് പറയുന്ന വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു മേഖലയാണ് കുട്ടികൾക്ക്. അവിടെ വേണ്ടുന്ന സ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സ്കിൽ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സ്കില്ലും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ മേഖല നല്ല മേഖലയാണ്. 4 മുതൽ 15 ലക്ഷം വരെ സാലറി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോ അതും ഒരു നല്ല മേഖലയാണ്. പിന്നീട് SEO കണ്ടന്റ് സ്പെഷ്യലിസ്റ്റുകളാണ്. SEO എന്ന് പറയുമ്പോൾ അവിടെ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആണ്. കണ്ടന്റ് സ്പെഷ്യലിസ്റ്റുകളാണ്. ഇവർ ചെയ്യുന്ന വെച്ചാൽ ഇവരും കണ്ടന്റ് റൈറ്റിംഗ് ആണ് ചെയ്യുക. പക്ഷെ ഇത് ഗൂഗിൾ സെർച്ച് റിസൾട്ടുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന, ഇപ്പൊ ഗൂഗിൾ ഓരോ വർഷവും അവരുടെ സെർച്ച് റിസൾട്ട് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അവർ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിടാറുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, കണ്ടന്റുകൾ അതിനെക്കുറിച്ചിട്ട് എഴുതിയിടാൻ വേണ്ടിയിട്ട് ആളുകളെ അവർ സെർച്ച് ചെയ്യാറുണ്ട്. അത് നല്ല സ്കില്ലുള്ള ആളുകൾക്ക്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉള്ള, ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസിക്ക് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിലവസരങ്ങളുണ്ട്. അവിടെ റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ കീവേഡ് സെർച്ച് അതിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, ഗൂഗിൾ സെർച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടെന്നാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കിട്ടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വെബ്സൈറ്റ് കമ്പനികളിലാണ് ഏറ്റവും കൂടുതലായിട്ട്, ഓൺലൈൻ കമ്പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുക.
പിന്നീട് കോർപ്പറേറ്റ് ട്രെയിനർ എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. ഇവർക്ക് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കാറുണ്ട്, കോർപ്പറേറ്റ് ട്രെയിനേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. നല്ല ലീഡർഷിപ്പ് ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും ഇപ്പൊ എല്ലാ മേഖലകളിലും ലീഡർഷിപ്പ് ഉള്ളവരെ നോക്കി മാത്രമാണ് എല്ലാ കമ്പനികളും സെലക്ട് ചെയ്യുക. അപ്പൊ അവർക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകണം, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം, സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കണം, ടീം വർക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ട്രെയിനേഴ്സിന് എല്ലാ മേഖലകളിലും ആവശ്യമുണ്ട്. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുള്ള, നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള, നല്ല ടീച്ചിങ് എബിലിറ്റി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അവർക്ക് നല്ലൊരു മേഖലയാണ്. കോർപ്പറേറ്റ് ട്രെയിനർ നല്ല സാലറി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ക്ലാസ്സിനൊക്കെ 1 ലക്ഷം രൂപ വരെയൊക്കെ സാലറി കിട്ടുന്ന ടീംസ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല മേഖലയാണ്. 6 മുതൽ 20 ലക്ഷം വരെയാണ് ആ മേഖലയിൽ ഒരു ശരാശരി സാലറി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ട് ആളുകൾക്ക്. പിന്നീട് നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റുകളാണ്. കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റുകൾ ഇവർ ചെയ്യുന്ന വെച്ചാൽ കമ്പനികളെ അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റുകൾ ചെയ്യുക. കമ്പനികളെ അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നു. പിന്നെ മാത്രമല്ല ലീഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. ലീഡേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും അവരുടെ പ്രസന്റേഷൻ, അവരുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഇതിനൊക്കെ അവരെ സഹായിക്കുന്നു. മീഡിയ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇപ്പോൾ ഉള്ള കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പ്രസന്റേഷൻ സ്കില്ല് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ അവരെ പ്രാപ്തരാക്കുകയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റിന്റെ പണി. അപ്പൊ ലീഡേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രസന്റേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റുകൾ വർക്ക് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്ന ആളിന് എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അയാൾക്ക് നല്ല റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് എന്ന് പറയുന്ന പുതിയൊരു കരിയർ മേഖല അവരുടെ മുന്നിൽ തുറന്നെടുപ്പുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്, ബാക്കി അവർ കണ്ടെത്തിക്കോളും. അപ്പൊ ഇങ്ങനെയൊക്കെ മേഖലകൾ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ ദയവായിട്ട് എല്ലാ അധ്യാപകർക്കും കഴിയും. അടുത്ത മറ്റൊരു മേഖല പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്നതാണ്, നമ്മൾ PR ഓഫീസർ എന്നൊക്കെ വിളിക്കുന്ന. അപ്പൊ ഇവർ ചെയ്യുന്ന വെച്ചാൽ ബിൽഡ്സ് ആൻഡ് പ്രൊട്ടക്ട് പബ്ലിക് ഇമേജ് ഓഫ് ആൻ ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് ഇമേജിനെ ബിൽഡ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവിടെ ഏത് സ്ഥാപനമാണെങ്കിലും ശരിയാണ്, ആ സ്ഥാപനത്തിന് ഒരു വലിയ ഇമേജ് ഉണ്ടാക്കുക, അതൊരു വലിയ ഓർഗനൈസേഷൻ ആണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതൊക്കെ ഈ പബ്ലിക് റിലേഷൻ PR ഓഫീസേഴ്സിന്റെ വർക്കാണ്, അവരുടെ ജോലി യഥാർത്ഥത്തിൽ. ഇവര് പ്രസ് റിലീസുകളൊക്കെ തയ്യാറാക്കുന്നതൊക്കെ ഇവരായിരിക്കും. പ്രസ് റിലീസുകൾ തയ്യാറാക്കുക, അതുപോലെ മീഡിയ ഇവന്റുകൾ തയ്യാറാക്കുക, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം, അവരോട് എങ്ങനെ സംസാരിക്കണം, അവിടെയുള്ള ജോലിക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ PR റിലേഷൻസ് ഓഫീസേഴ്സ് ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. ഇവർക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത് വെച്ചാൽ കമ്പനികളിലെല്ലാം ഇവരെ ആവശ്യമുണ്ട്, ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ ആവശ്യമുണ്ട്, NGOസിൽ ആവശ്യമുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ ഇവരെ വെച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 4 മുതൽ 15 ലക്ഷം രൂപ വരെ സാലറി ഇവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ആ ഒരു മേഖല. അപ്പൊ മോഡേൺ ഒരു മേഖല നമ്മൾ കഴിഞ്ഞു. അടുത്ത ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മറ്റു മേഖലയാണ് എമർജിംഗ് AI ഇറയാണ്. നമ്മുടെ പുതിയൊരു യുഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന AI യുഗമാണ്. മനുഷ്യന് അധികം ആവശ്യമില്ലാത്ത കാലമാണ്. പക്ഷെ അപ്പോൾ പോലും ആ AI ട്രെയിൻ ചെയ്യാൻ പോലും നമ്മളെ ആവശ്യമുണ്ട്, മനുഷ്യനെ ആവശ്യമുണ്ട്. അപ്പൊ അവൻ അത്ര മിടുക്കനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന മേഖല. അപ്പൊ ഇവർ ചെയ്യുന്ന വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രോംപ്റ്റുകൾ കൊടുക്കുന്നു. AI ടൂൾസിന് കൃത്യമായ പ്രോംപ്റ്റുകൾ കൊടുക്കുകയാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയറുടെ ജോലി. ഇവിടെ ChatGPT ആയാലും ജെമിനി ആയാലും ക്ലോഡ് ആയാലും അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർക്കെല്ലാം ആക്യുറേറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന കൃത്യമായ പ്രോംപ്റ്റുകൾ കൊടുക്കുകയാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയറുടെ ജോലി. നല്ല സാലറി ഉള്ള ഒരു മേഖലയാണത്. സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള, AI കുറിച്ച് നല്ല അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവർ ചെയ്യുന്ന വെച്ചാൽ ടെസ്റ്റ് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യും. ഓരോ പ്രോംപ്റ്റുകളെയും അവർ ടെസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ AI പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്. അവിടെ വേണ്ടത് സ്കിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നല്ല എക്സലന്റ് ആയിരിക്കണം, ഒപ്പം ലോജിക്കൽ തിങ്കിങ് ആ കുട്ടിക്ക് നന്നായിട്ടുണ്ടായിരിക്കണം, AI നോളജും നന്നായിട്ടുണ്ടായിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും AI പ്രോംപ്റ്റ് എഞ്ചിനീയർ ആകുന്നതിന് കുട്ടി യോഗ്യനാണ്. പിന്നെ മറ്റു മേഖലയാണ് AI കണ്ടന്റ് എഡിറ്റർ എന്ന് പറയുന്ന മേഖല. അപ്പൊ ഇയാൾ ചെയ്യുന്ന വെച്ചാൽ കണ്ടന്റുകളെ എഡിറ്റ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ AI ഉണ്ടാക്കുന്ന കണ്ടന്റുകളെ വീണ്ടും എഡിറ്റ് ചെയ്യാണ് AI കണ്ടന്റ് എഡിറ്ററുടെ പണി.
AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജനറേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റുകളെ വീണ്ടും ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് അതിനെ സോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു. അവിടെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടാകാം, അതുപോലെ സ്റ്റൈലിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് AI കണ്ടന്റ് എഡിറ്ററുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ കണ്ടന്റിനെ ഏറ്റവും ആക്യുറേറ്റ് ആക്കി മാറ്റുകയാണ് ജോലി. ഇവിടെ സ്കിൽ എന്ന് പറയാൻ സ്ട്രോങ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. ഈ മേഖലയിൽ പ്രൂഫ് റീഡിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, റിസർച്ച് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മേഖല കുട്ടിക്ക് നല്ലതാണ്. AI കണ്ടന്റ് എഡിറ്റർ എന്ന് പറയുന്ന മേഖല കുട്ടിക്കുണ്ട്. മറ്റൊരു മേഖലയാണ് AI ട്രെയിനർ. AI ട്രെയിനർ. ഈ AI ട്രെയിനർ എന്ന് പറയുമ്പോൾ AIയുടെ സിസ്റ്റംസിന് അവരുടെ AIയുടെ റെസ്പോൺസുകളെല്ലാം കൂടെ വ്യൂ ചെയ്തുകൊണ്ട് AIയുടെ റെസ്പോൺസുകളെ വ്യൂ ചെയ്തുകൊണ്ട് AI സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്, AIയുടെ സിസ്റ്റത്തെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് AI ട്രെയിനർ. അത് AI വീണ്ടും ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതുവരെയുള്ള AIയുടെ റെസ്പോൺസ് നോക്കിക്കൊണ്ട് അതിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് AI ട്രെയിനർ. ഒരുപാട് ഇതുള്ളൂ. ഇതാ നമ്മൾ പറയും AI വന്നാൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ ഇല്ല. AI വരുമ്പോൾ എല്ലാം തീരുന്നില്ല. അപ്പൊ AI പഠിപ്പിക്കാനും അത് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അവസരങ്ങൾ വരുന്നതേ ഉള്ളൂ. കാലത്തിനനുസരിച്ച് നമ്മളൊന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ AI ട്രെയിനർ എന്ന് പറയുന്ന നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള, ഇംഗ്ലീഷിൽ നല്ല സ്കില്ലുള്ള, നല്ല അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറേ വാച്ച് ചെയ്തുകൊണ്ട് കുറെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി അനലിറ്റിക്കൽ തിങ്കിങ് ഒക്കെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം AI ട്രെയിനർ ആയിട്ട് മാറാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. മറ്റൊരെണ്ണമാണ് AI ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന മേഖല. AI ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ AI മനസ്സിലാക്കി കൊടുക്കുകയാണ്, AI പഠിപ്പിക്കുകയാണ് കേട്ടോ. ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ AI പഠിപ്പിക്കുന്ന പണിയാണ് ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലി. അപ്പൊ ഇയാൾ ചെയ്യുന്നത് ഗ്രാമറിൽ അല്ലെങ്കിൽ വൊക്കാബുലറിയിൽ, അതുപോലെ ട്രാൻസ്ലേഷൻസ്, ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മറ്റുള്ള എന്താ പറയുക ഡേറ്റ സെലക്ഷനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അതിനെ റെഡിയാക്കി എടുക്കുകയാണ് ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലി. അപ്പൊ അവിടെയും ഇംഗ്ലീഷിൽ ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ ട്രാൻസ്ലേഷൻസ്, ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെയുള്ള ആ മേഖലയിലൊക്കെ നല്ല സ്കില്ലുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം AI ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷണൽ AI ഡിസൈനർ ആണ്. കോൺവെർസേഷണൽ AI ഡിസൈനർ. ഇപ്പൊ ഇയാൾ ചെയ്യുന്നത് എന്താ വെച്ചാല് കോൺവെർസേഷൻസ് ചാറ്റ് ബോട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വെർച്വൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ കോൺവെർസേഷൻസ് ഡിസൈൻ ചെയ്യുന്നു. കോൺവെർസേഷൻസ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് സാധാരണഗതിയിൽ ഒരു ഓഡ് ആയിട്ടുള്ള AI നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ ആകണം. അല്ലാതെ വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെ ഒരു എന്താ പറയാ ഒരു മെഷീൻ ലാംഗ്വേജിലാണ് അത് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തോ ഒരു ഓടായിട്ട് തോന്നും. അതേസമയത്ത് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ അതേ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറെ ഫ്രണ്ട്ലി ആയിരിക്കും അത്. അപ്പൊ അങ്ങനെ ആക്കി മാറ്റുകയാണ് ആരുടെ പണി? ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഇവിടെ ബാങ്കിങ് ബോട്ടുകളിലായാലും, അതുപോലെ കസ്റ്റമർ സർവീസ് ബോട്ടുകളിലായാലും, അതുപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ കോൺവെർസേഷണൽ AI ഡിസൈനേഴ്സിന് ഉണ്ട്. പിന്നീട് നമ്മൾ പറയുന്നത് ചാറ്റ് ബോട്ട് കണ്ടന്റ് റൈറ്റർ ആണ്. ഈ ചാറ്റ് ബോട്ട് കണ്ടന്റ് റൈറ്റർ ചെയ്യുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, അതുപോലെ ഗ്രീറ്റിംഗ്സ്, കോൺവെർസേഷൻ, അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം ചാറ്റ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം എഴുതുകയാണ് ചാറ്റ് ബോട്ട് കണ്ടന്റ് റൈറ്ററുടെ ജോലി. അപ്പൊ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ഗ്രീറ്റിംഗ്സ്, കോൺവെർസേഷൻ ഫ്ലോസ്, അപ്പൊ ഇതെല്ലാം ചാറ്റ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയാണ് ഈ ചാറ്റ് ബോട്ട് കണ്ടന്റ് റൈറ്ററുടെ ജോലി. അപ്പൊ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കുക, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതും ന്യൂജനായിട്ടുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ ലോക്കലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ ലോക്കലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ കണ്ടന്റിനെ അഡാപ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിനെ വേറൊന്നിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല ചെയ്യാം. ഇത് ഇഡിയംസ് ആൻഡ് ഫ്രൈസുകൾ, അതുപോലെ ഡേറ്റ്സ്, കറൻസികൾ, അല്ലെങ്കിൽ ഹലോ 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 കേൾക്കാം സാർ, പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നതാണ് ആരുടെ ജോലി? നമ്മുടെ ലോക്കലൈസേഷൻ സ്പെഷ്യലിസ്റ്റിന്റെ ജോലി. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചാല്
അദ്ദേഹം ചെയ്യുന്നത് ഡിഫറെന്റ് കൺട്രീസിനും ഡിഫറെന്റ് കൾച്ചേഴ്സിനും വേണ്ടി ഒരു ലാംഗ്വേജിനെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്കും ജപ്പാന് അല്ലെങ്കിൽ ഫ്രാൻസിന് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരേപോലുള്ള ആപ്പ് എന്ന് വെച്ചാൽ ഒരേ കണ്ടന്റ് തന്നെ പല രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുകയാണ് ഇയാളുടെ ജോലി. പിന്നീട് നോളജ് മാനേജ്മെന്റ് എക്സ്പേർട്ട് ആണ്. അപ്പൊ ഈ നോളജ് മാനേജ്മെന്റ് എക്സ്പേർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇൻഫർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനും സിസ്റ്റംസിനും വളരെ എളുപ്പത്തിൽ റൈറ്റ് ആൻസേഴ്സ് കണ്ടെത്താൻ സഹായിക്കുകയാണ് നോളജ് മാനേജ്മെന്റ് എക്സ്പേർട്ടിന്റെ ജോലി. അപ്പോൾ ഇവര് വർക്ക് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ FAQ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ട്രെയിനിങ് മെറ്റീരിയൽസ്, നോളജ് ബേസസ്, അപ്പൊ ഇതിലൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, തൊഴിലവസരങ്ങൾ ഉള്ളത്. പിന്നീട് പറയണമെന്ന് വെച്ചാൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഡിസൈനർ ആണ്. LXD എന്ന് പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസ് ഡിസൈനർ ആണ്. ഇവർ ചെയ്യുന്ന വെച്ചാൽ എൻഗേജിങ് ഓൺലൈൻ കോഴ്സുകൾ പലതും ഉണ്ടല്ലോ, ഇപ്പൊ ഓൺലൈൻ കോഴ്സുകളുടെ ഒക്കെ കാലമാണല്ലോ. അപ്പൊ അതിനൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നു, അതിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു, ലേണിംഗ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ലേണിംഗ് എക്സ്പീരിയൻസ് ഡിസൈനർ LXDയുടെ പ്രധാനപ്പെട്ട ജോലി. ഇവർക്ക് തൊഴിൽ കിട്ടുന്ന വെച്ചാൽ സ്കൂളുകളിൽ ഇവർക്ക് അവസരങ്ങളുണ്ട്. കാരണം അപ്ഡേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുക, സ്കൂളുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലുള്ള എന്താ പറയാ ചോക്കും കൊണ്ടോ അല്ലെ ചോക്ക് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഇനിയുള്ള കാലം എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ലേണിംഗിന്റെ ഒക്കെ കാലമാണ്. അവിടെയൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളിലായാലും യൂണിവേഴ്സിറ്റികളിലായാലും അതുപോലെ എഡ്യൂടെക് കമ്പനികളുണ്ട്, കമ്പനികൾ. അപ്പൊ അവിടെ അതുപോലെ കോർപ്പറേറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻസിലൊക്കെ ഇവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നീട് ഇൻഫർമേഷൻ ആർക്കിടെക്ട് ആണ്. ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ട് ചെയ്യുന്ന വെച്ചാൽ വെബ്സൈറ്റുകളെ ഓർഗനൈസ് ചെയ്യുക, ആപ്പുകൾ, പലതരത്തിലുള്ള ആപ്പുകളെ ഓർഗനൈസ് ചെയ്യുന്നു, അതുപോലെ ഡിജിറ്റൽ കണ്ടന്റുകളെ ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഇൻഫർമേഷൻ ആർക്ക് കിട്ടും, യൂസേഴ്സിന് കിട്ടും. അപ്പൊ യൂസേഴ്സിന് ഈസി ആയിട്ട് ഇൻഫർമേഷൻ കിട്ടത്തക്ക വിധത്തില് വെബ്സൈറ്റുകളെ, ആപ്പുകളെ, ഡിജിറ്റൽ കണ്ടന്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യാണ് ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തെടുക്കുകയാണത് ആർക്കിടെക്ട് ചെയ്യുന്നത്. ഇവിടെ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, കൊമേഴ്സ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് കൊമേഴ്സ്. അപ്പൊ കൊമേഴ്സ് മേഖലയിലൊക്കെ ഇവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇൻഡസ്ട്രീസ് ഹയറിംഗ് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ആണ് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെ മേഖലയിലാണ് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് ആവശ്യമുള്ളത്? നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സബ്ജക്റ്റ് ആണ്. നമ്മുടെ സബ്ജക്റ്റില് നമ്മുടെ കുട്ടി, പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സബ്ജക്റ്റ് എടുത്ത് കുട്ടി മുകളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകും. അപ്പൊ അങ്ങനെ പോയാൽ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആയി മാറുന്ന കുട്ടിക്ക് ഏതെല്ലാം മേഖലയിലാണ് അവനെ ഹയർ ചെയ്യാം? അത് എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അവിടെ എഡ്യൂക്കേഷൻ മേഖലയുണ്ട്, അവിടെ ടീച്ചേഴ്സ് ആയാലും ട്രെയിനേഴ്സ് ആയാലും അല്ലെ കരിക്കുലം ഡെവലപ്പർ ആയിട്ടൊക്കെ അവിടെ മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ മീഡിയയിൽ അവിടെ ജേർണലിസ്റ്റ് ആയിട്ടായാലും എഡിറ്റർ ആയിട്ടായാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടായാലും മീഡിയയിൽ ഒരുപാട് മേഖലകളുണ്ട് കുട്ടിക്ക്. പിന്നെ പബ്ലിഷിംഗ് മേഖലയിലാണെങ്കിൽ ബുക്ക് എഡിറ്റേഴ്സ് ആയിട്ട് അല്ലെ പ്രൂഫ് റീഡേഴ്സ് ആയിട്ട് കോണ്ടന്റ് എഡിറ്റേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് മേഖലകൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ പബ്ലിഷിംഗ് മേഖലയിൽ, അഡ്വർടൈസിംഗ് മേഖലയിൽ കോപ്പി റൈറ്റേഴ്സ് ആയിട്ട്. ഹലോ ഹലോ സ്ലൈഡ് ഇട്ട് കൊടുത്തേ. സ്ലൈഡ് കാണുന്നില്ല കേട്ടോ. ഇപ്പൊ ഇട്ടേക്കാം സാർ, ഇപ്പൊ ഇട്ടേക്കാം. അത് എന്തോ പറ്റി. സ്ലൈഡ് ഷോ, അതെ ഓക്കെ, അതൊന്ന് വലുതാക്കി. ഇപ്പൊ കാണുന്നുണ്ടല്ലോ സാർ? കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നില്ലേ സാർ? ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം മുതൽ ഇത് പറയണോ? ഇൻഡസ്ട്രീസ് ഹയറിംഗ് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് മുതൽ പറയണം അല്ലേ? അവിടെ മുതലല്ലേ കാണാതായത് ടീച്ചർ? കാണാമായിരുന്നു, അവിടെ തൊട്ട് കാണാമായിരുന്നു. സാർ പറയുന്നതിന്റെ ബാക്കി പറഞ്ഞാൽ ഇത് കണ്ടതാണ് സ്ലൈഡ്. അപ്പോൾ എഡ്യൂക്കേഷൻ മീഡിയ പറഞ്ഞു. മീഡിയയിൽ ജേർണലിസ്റ്റ്, എഡിറ്റർ, സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ കൂട്ടിക്കൊണ്ട് പബ്ലിഷിംഗ് മേഖലയിലേക്ക് കടന്നാൽ അവിടെ ബുക്ക് എഡിറ്റേഴ്സ് ആയിട്ട്, പ്രൂഫ് റീഡേഴ്സ് ആയിട്ട്, കോണ്ടന്റ് എഡിറ്റേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് മേഖലകൾ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി അഡ്വർടൈസിംഗ് മേഖലയിലാണെങ്കിൽ കോപ്പി റൈറ്റർ ആയിട്ട്, ക്രിയേറ്റീവ് റൈറ്റർ ആയിട്ടൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി IT കമ്പനീസ് ആണെങ്കിൽ അവിടെ ടെക്നിക്കൽ റൈറ്റേഴ്സിനെ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI ട്രെയിനേഴ്സിനെ ആവശ്യമുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ ഒരുപാട് പേരെ ആവശ്യമുണ്ട്. ആ മേഖലകൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ള മേഖലയാണ്. പിന്നെ BPO ആൻഡ് KPO, അവിടെ ബിസിനസ് പ്രോസസ് ആക്യുറസി, അവിടെ BPOs, അവിടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന മേഖല BPO. KPO എന്ന് പറഞ്ഞാൽ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗിന്റെ കാലമാണല്ലോ.
ഈ BPO ആയിട്ടും KPO ആയിട്ടും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആയാലും നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആയാലും ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഇവിടെ കസ്റ്റമർ സപ്പോർട്ട്, അതിൽ കോണ്ടന്റ് മോഡേണൈസേഷൻ പോലെയുള്ള നോളജ് പ്രോസസ്സിംഗ് പോലെയുള്ള മേഖലയിലൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ SEO റൈറ്റേഴ്സ് ഉണ്ട്, കണ്ടന്റ് മാർക്കറ്റേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാനേജേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ കിടപ്പുണ്ട്. ഇനി ടൂറിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടൂറിസം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്, നമുക്കറിയാം. അതൊക്കെ ട്രഡീഷണൽ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ടൂർ ഗൈഡ് ആയിട്ടായാലും ട്രാവൽ റൈറ്റർ ആയിട്ടായാലും കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടായാലും ടൂറിസം മേഖലയിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവർക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയും ഉണ്ട്. ഇനി ഏവിയേഷന്റെ മേഖലയിലാണെങ്കിൽ ക്യാബിൻ ക്രൂ, കസ്റ്റമർ സർവീസ്, അങ്ങനെയുള്ള മേഖലകൾ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റോളുകളിൽ അവരെ ഒരുപാട് പേരെ ഏവിയേഷൻ മേഖലയിലും ആവശ്യമുണ്ട്. ഇനി ഗവൺമെന്റ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ് മേഖലയിലായാലും സിവിൽ സർവീസ് പോലുള്ള മേഖലയിലായാലും ഒക്കെ അവിടെ ഗവൺമെന്റ് മേഖലയിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവർക്ക് അവിടെയും അവസരങ്ങളുണ്ട്. NGOs എടുത്തു കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ട് റൈറ്റിംഗ്, ഒരുപാട് NGOs ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നായാലും വിദേശ രാജ്യങ്ങളിൽ പോയാലും ഒരുപാട് NGOs ഉണ്ട്. ആ NGOകളിലെല്ലാം റിപ്പോർട്ട് റൈറ്റേഴ്സിന് ആവശ്യമുണ്ട്, ഡോക്യുമെന്റേഷൻ റൈറ്റേഴ്സ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളുകളെ ആവശ്യമുണ്ട്. പിന്നീട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എടുത്താൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ റിസർച്ച് ഫെലോസിന് ഒരുപാട് പേരെ ആവശ്യമുണ്ട്. അവിടെ എഡിറ്റിംഗ്, പോളിസി ഡോക്യുമെന്റേഷൻ, ഇങ്ങനെയുള്ള മേഖലകൾ അവർക്ക് വേണ്ടിയിട്ട് തുറന്നുകിടപ്പുണ്ട്. പിന്നെ ലേണിംഗ് കമ്പനികൾ ഒരുപാടുണ്ട്. അവിടെ ഇൻസ്ട്രക്ഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സിനെ വേണം, കോണ്ടന്റ് ഡെവലപ്പേഴ്സിനെ വേണം. അങ്ങനെ ലേണിംഗ് മേഖലയും ഇവർക്ക് വേണ്ടിയിട്ട് തുറന്നുകിടപ്പുണ്ട്. പിന്നീട് കമ്പനികളാണെങ്കിൽ ട്രെയിനേഴ്സിനെ ഒരുപാട് പേരെ ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ വേണം, കോണ്ടന്റ് എഡിറ്റേഴ്സിനെ വേണം, ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റുകളെ വേണം. ഇങ്ങനെ നിരവധി മേഖലകൾ കമ്പനികൾ അവർക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെറും ഒരു ലാംഗ്വേജ് അല്ല. കാരണം ഏത് മേഖലയിലേക്ക് കടന്നു പോകണമെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. 2 വർഷം അവർ നന്നായിട്ട് പഠിക്കട്ടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സാർ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ എന്ത് കിട്ടും എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടി. ആയിരക്കണക്കിന് അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുക. പ്രത്യേകിച്ചും +2 കഴിഞ്ഞ് വളരെ മിടുക്കരായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷെ പലപ്പോഴും അവരെല്ലാം വീണ്ടും പഴയ ഫീൽഡിലേക്ക് തന്നെ പോകുന്ന, അല്ലെങ്കിൽ സയൻസ് പോലുള്ള മേഖലകളിലേക്ക് പോവുകയും ഇംഗ്ലീഷ് നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്, കലോത്സവങ്ങളിലൊക്കെ നല്ല സമ്മാനങ്ങൾ വാങ്ങുന്നവരുണ്ട്. അവരെല്ലാം പലപ്പോഴും അതിനുശേഷം ആ കരിയർ തുടരാൻ സാധിക്കാതെ പോകുന്നത്, അതിനുശേഷം എന്തെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു നല്ലൊരു ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ കുറേയേറെ അവസരങ്ങൾ നമ്മൾ കണ്ടു. ഇനി എങ്ങനെ നമുക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തിച്ചേരാം, അതിനെപ്പറ്റിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. പ്രധാനമായിട്ടും +2 കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടി സാധാരണ പോകുന്ന ഡിഗ്രിക്കാണ്. അപ്പം ഡിഗ്രിക്ക് ഇത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് CUT ആണ്. ഡിഗ്രിക്കും PGക്കും CUT എക്സാം ഉണ്ട്. CUT എക്സാമിലൂടെ നമുക്ക് JNU പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ ധാരാളം ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവരെല്ലാവരും അവിടെയെല്ലാം നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുക. അതുപോലെ UGC നെറ്റ് കോളേജിലൊക്കെ നമുക്ക് പ്രൊഫസറായി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് UGC നെറ്റ്, JRF, PH അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകും. അതുപോലെ ഒത്തിരിയേറെ എൻട്രൻസ് പരീക്ഷകൾ, PhDക്ക് ധാരാളം എൻട്രൻസ് എക്സാം ഉണ്ട്. ഇതെല്ലാം +2 ശേഷം ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് തയ്യാറായി പോകുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ IELTS അല്ലെങ്കിൽ TOEFL എന്ന് പറയുന്ന എക്സാമാണ് എഴുതേണ്ടത്. അത് നമ്മുടെ കുട്ടിയുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഒന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകുമ്പോൾ നല്ല ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ലാംഗ്വേജിൽ നല്ലൊരു കമാൻഡ് ഉണ്ടെങ്കിൽ TOEFL പോലുള്ള എക്സാമുകൾ പാസ്സായി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് പോയി പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ചും GRE, സബ്ജക്ട് സ്പെസിഫിക് പ്രോഗ്രാം, ധാരാളം വിദേശ യൂണിവേഴ്സിറ്റികളുണ്ട്. GRE എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ ഫോർ മാസ്റ്റേഴ്സ് ആൻഡ് PhD ആണ്. ഇത് നമ്മൾ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ പരീക്ഷ കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. ഏതാണ്ട് ഒരു 340 മാർക്കിന്റെ എക്സാമാണ്. പരീക്ഷയ്ക്ക് ഒരു 20,000 രൂപ ചെലവുണ്ട്. പക്ഷേ എക്സാമിന് 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഒരു 340 ഒരു 325 മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും. 2 മണിക്കൂർ മാത്രമുള്ള പരീക്ഷയാണ്. പക്ഷെ ഇതൊരു 3 ഭാഗങ്ങളുണ്ട്. വെർബൽ റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് ഉണ്ട്, അനലിറ്റിക്കൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ TOEFL കൂടി എഴുതുകയാണെങ്കിൽ, GRE പോലുള്ള എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് വലിയൊരു ഭാവി, വലിയൊരു ഫ്യൂച്ചർ നമ്മൾ കാത്തിരിപ്പുണ്ട്.
അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികൾ വിദേശത്ത് പോകുന്ന മാത്രം പറഞ്ഞാൽ പോലുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുണ്ട്, അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. സാറേ ഇതൊന്ന് ഷെയർ ചെയ്തേക്കോ? പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഉണ്ട്, CMS കോളേജ്, സെന്റ് തെരേസസ് കോളേജ്, ഫാറൂഖ് കോളേജ്, അങ്ങനെ ധാരാളം കോളേജുകളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ പഠിക്കാനായിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ലെവലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇംഗ്ലീഷുകാർ ഏറ്റവും വളരെ ആകാംക്ഷയോട് കൂടി താല്പര്യത്തോടെ പോകുന്ന എഫ്ലു ഉണ്ട്, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, പിന്നെ JNU, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ജാമിയ മില്ല, സാവിത്രിബായി ഫുലെ പുനെ യൂണിവേഴ്സിറ്റി. പിന്നെ ഉള്ളതാണ് ടിസ് മുംബൈ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അത് വളരെ പ്രധാനപ്പെട്ട, കുറച്ചുകൂടി സ്കിൽ ഓറിയന്റഡ് ആയിട്ട് മീഡിയയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഇംഗ്ലീഷിനെ സെറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ടിസ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതയോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പൊ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മൾ കുട്ടികൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അവർ ആ റൂട്ട് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് വളരെ മികച്ച ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇപ്പം എല്ലാവരും വിദേശത്ത് പോകുന്നൊരു കാലമാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, പക്ഷെ 1-2 യൂണിവേഴ്സിറ്റി പറ്റി ജസ്റ്റ് ഒന്ന് പറയും. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ നമ്മൾ പഠിക്കാൻ, നമ്മുടെ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഒരു 95% മാർക്കൊക്കെയോടുകൂടി +2 പാസ്സായി കഴിഞ്ഞാലാണ് പോവുക. IELTS ഒരു 7.5 വേണം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, TOEFL അല്ലെങ്കിൽ LOR, SOP പോലെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 3 വർഷത്തെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രം, പ്യുവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അവിടെ പഠിപ്പിക്കുക. പക്ഷേ നിങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല. ആദ്യത്തെ വർഷം ഒരു ലിബറൽ ആർട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഡിഗ്രി കോഴ്സ് തുടങ്ങുക. സെക്കൻഡ് ഇയറിലാണ് ഇംഗ്ലീഷ് മേജറായിട്ട് പോവുക. 9, 10, 11, 12 ക്ലാസ്സുകളിൽ 90% മാർക്കും ഒരു IELTS 7 സ്കോറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കുറെ കാര്യങ്ങൾ എഴുതി തരാൻ പറയും, കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം നൽകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ സ്വപ്നം കാണാനും കുട്ടികളോട് പറയാം. ഏതാണ്ട് നവംബർ മാസം 1-ാം തീയതി മുതൽ ജാനുവരി ആ സമയത്താണ് വേണ്ടി അഡ്മിഷൻ ഒക്കെ നടക്കുക. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന, ഇംഗ്ലീഷ് നന്നായിട്ട് സ്നേഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇങ്ങനെയുള്ള വഴികളിൽ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൾ വളരെ വളരെ മികച്ചവരായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ആണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയാണ്. അതായത് വിദേശ രാജ്യങ്ങൾ എടുക്കുമ്പോൾ, കംപ്ലീറ്റ് ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ എടുക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, അവിടെ FASS എന്നാണ് പറയുക, ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുമ്പോൾ 2-ാം വർഷമാണ് നമ്മൾ ഇംഗ്ലീഷ് മേജറായിട്ട് എടുക്കുക. അവിടെയും ഒരു 95% മാർക്കൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ പിന്നെ ബേസിക് കോഴ്സ്, ഇനി ലിറ്ററേച്ചർ എന്നൊരു പരീക്ഷ നമ്മളോട് പാസ്സാകണം. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നല്ല കോഴ്സ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല സ്കോളർഷിപ്പും കിട്ടും. പ്രത്യേകിച്ച് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിന്, അതായത് നമ്മുടെ വാർഷിക വരുമാനം ത്തേക്കാൾ കൂടുതൽ ചെലവാണ് നമ്മുടെ പഠനത്തിന് വേണ്ടി വരികയെങ്കിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ആയിട്ട് അവർ തരും. മിടുക്കരായ കുട്ടികളാവണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാശില്ലാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും പരിചയപ്പെടുത്തിയില്ലെങ്കിലും 1-2 ഇംഗ്ലീഷിന്റെ ഏറ്റവും ഈറ്റില്ലമായ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഹാർവർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ മിടുക്കരായ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും അറിയാവുന്നതാണ്. കമലദാസ്, മീന അലക്സാണ്ടർ, ഗായത്രി സ്പിവാക്ക്, ഹോമി കെ ബാബ, അരുന്ധതി റോയ്, അമിതാഭ് ഘോഷ്, വിക്രം സർ, കേസൽ, ഇവരെല്ലാവരും, ഓരോന്നും എടുത്തു പറയാത്തത്, ഇവരെല്ലാം നമ്മൾ സ്ഥിരമായി ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നതാണ്. ഇവരെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ നമ്മുടെ ശശി തരൂർ ഉണ്ട്. ഇവരെല്ലാം കുട്ടികളെ വളരെ സ്വാധീനിക്കുന്ന, പുതിയ നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ MP ശശി തരൂർ. ധാരാളം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പഠിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരു ജോലി കിട്ടണം നിർബന്ധമില്ല. മറിച്ച് കുറച്ച് ഷോർട്ട് ടൈം കോഴ്സ് അല്ലെങ്കിൽ കുറച്ച് ആഡ് ഓൺ കോഴ്സ് കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഓരോ മേഖലയിലേക്ക്, ഇപ്പം ആദ്യ കാര്യങ്ങൾ സാർ കുറേയേറെ മേഖലകൾ പറഞ്ഞു, അപ്പൊ ആ മേഖലകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആഡ് ഓൺ കോഴ്സുകൾ, ഇപ്പോൾ ഒരു BTech പഠിക്കുന്ന കുട്ടി അതിന്റെ ഒപ്പം തന്നെ ധാരാളം ആഡ് ഓൺ കോഴ്സ് ചെയ്യും, ആ കുട്ടിക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇതുപോലെയുള്ള ആഡ് ഓൺ കോഴ്സ് കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഓരോ ഇൻഡസ്ട്രിക്കും ഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ ലാംഗ്വേജിനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ.
ഇപ്പോൾ ഏറ്റവും TEFL ടെസോൾ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഇംഗ്ലീഷ് ടീച്ചർമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഈവൻ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഇപ്പോൾ വെബ് സീരീസ് എഴുതുന്ന കുട്ടികളുണ്ടാവും, സ്ക്രിപ്റ്റിംഗ് ഉള്ള കുട്ടികളുണ്ടാവും, ആമസോണിൽ നമ്മൾ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതിന് പറ്റുന്ന സർട്ടിഫിക്കറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വലിയ സാധ്യതയാണ് ഡിപ്ലോമ ഇൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഈ സാഹിത്യവും മീഡിയയും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുക. അപ്പൊ ആ മേഖലയുടെ സ്കില്ല് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ചോദിക്കുന്ന ശമ്പളം കിട്ടുന്ന ഒരു സാധ്യത നമുക്കുണ്ട് മിടുക്കരാണെങ്കിൽ. അതുപോലെ കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്, ബ്ലോഗ്, അഡ്വർടൈസ്മെന്റുകളൊക്കെ എഴുതുക, IELTS TOEFL ട്രെയിൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് എന്തോരം കുട്ടികളാണ് വിദേശത്തേക്ക് പോകുക. അവർക്കെല്ലാം വേണ്ടത് TOEFL അല്ലെങ്കിൽ IELTS ആണ്. അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ധാരാളം ഇംഗ്ലീഷ് അധ്യാപകർ ആവശ്യമുണ്ട്. ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് സ്ഥിരമായി വരുമാനം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന വലിയൊരു സാധ്യതയാണ് ഈ ട്രെയിനർ സർട്ടിഫിക്കേഷൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കൗൺസിൽ ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട്. അതായത് നല്ല ഇംഗ്ലീഷ്, ഗുഡ് ഇംഗ്ലീഷ്, നമ്മൾ പറയുന്ന പഴയ ഗുഡ് ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സുകളാണ്. ഇംഗ്ലീഷ് ഗ്രാമർ, ഫ്ലുവൻസി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, ബിസിനസ് മെയിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ബ്രിട്ടീഷ് കൗൺസിലിന്റെ മനോഹരമായ കോഴ്സുകളുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, പലപ്പോഴും നമ്മുടെ AI ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്താം, അതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു വലിയ സാധ്യതയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള ശേഷിയാണ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽ, അത് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ പല മേഖലയിലേക്ക് തിരിയാൻ. മാസീവ് ഓപ്പൺ ഓൺലൈൻ ഇഷ്ടംപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ കോർപ്പറേറ്റ് ട്രെയിനറൊക്കെ ആയിട്ട് പോകാൻ പറ്റും. എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് സർട്ടിഫിക്കറ്റുകൾ ധാരാളം അങ്ങനെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുതിയ കാലത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് സ്ട്രാറ്റജി, അവിടെ പറയുന്ന കാശ് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെയാണ് MOOC സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ കോഴ്സിറ, എഡെക്സ് അല്ലെങ്കിൽ സ്വയം എന്നൊക്കെ പറയുന്ന. MOOC എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും നടത്തുന്ന ഓൺലൈൻ കോഴ്സുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു കമ്പ്യൂട്ടറും ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇതെല്ലാം നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വളരെയേറെ സാധ്യതകൾ അതിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പക്ഷേ അതും ആങ്കേഴ്സ് ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികൾക്ക് അവിടെ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്ത് കൊണ്ട് സഹായിക്കുന്ന കോഴ്സുകളാണ്. ഇങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട് നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇഷ്ടമുള്ള കുട്ടികളെ ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വളരെ മികച്ച കരിയർ. കാരണം ഒരു കാലത്ത് നമ്മൾ പറയുന്നു ഒരു കോൺഫിഡൻസ് ആണല്ലേ, നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശേഷിയുള്ള കുട്ടികളെ ഇങ്ങനെ മേഖലയിലേക്ക്, ബുക്ക് റൈറ്റിംഗ്, അതുപോലെ തൊഴിലധിഷ്ഠിത സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് നമുക്ക് കടത്തിവിടാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് പറയാൻ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവണം, ഉത്തരങ്ങൾ ഉണ്ടാവണം. ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ നമുക്ക് ധാരാളം ഉത്തരങ്ങളുണ്ട്. ഇത് നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇപ്പോഴും അധ്യാപകരിലും അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗുള്ള കുറച്ച് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. അതൊക്കെ മാറി AI വന്നതോടുകൂടി പണ്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറി നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്, അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതുപോലുള്ള സാധ്യതകൾ, ഇതിന്റെ അനന്തമായ സാധ്യതകളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് വലിയൊരു മെച്ചമുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും. ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന, ഇംഗ്ലീഷ് അതിൽ കൂടുതൽ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. താങ്ക് യു.